ഏറെ ബഹുമാനായ അധ്യക്ഷൻ മുരളി സാറ്, ഈ പുസ്തകം രചിച്ച ഡോക്ടർ പി സോമൻ, പ്രകാശനം ഏറ്റുവാങ്ങിയ സഖാവ് അജയൻ, വേദിയിലിരിക്കുന്ന നന്ദകുമാർ ഡോക്ടർ, രതീന്ദ്രൻ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹാക്കളെ, സുഹൃത്തുക്കളെ, ഈ പുസ്തകം എഴുതിയ ഡോക്ടർ സോമനെയും അത് പ്രസിദ്ധീകരിച്ച ചിന്താപ്രസാധകരെയും ഞാൻ ആദ്യമേ അനുമോദിക്കുകയാണ്. രണ്ട് തരത്തിൽ സോമൻ നേരത്തെയും എഴുതിയ പുസ്തകം ചിന്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, മറ്റ് പ്രസാധകരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഗ്രന്ഥശാല സഹകരണ സംഘം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമീപകാലത്തായി ഈ സോമനം പിടിപെട്ട ഒരു രോഗം ഈ ഫാസിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിപ്പുറം അദ്ദേഹത്തെ അത് ഹോണ്ടി, ഇംഗ്ലീഷിലൊരു ഹോണ്ടിയ എന്നൊരു വാക്കാണ്, എന്താ അതിന് മലയാളം പറയുക, ഹോണ്ടിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേട്ടയാടൽ പോലെ, അങ്ങനെയാണ്. അത് ഈ പുസ്തകത്തിൽ 27 ലേഖനമുണ്ട്. അത് 28 രാധാകൃഷ്ണൻ പറഞ്ഞത് എണ്ണിയത് ഞാൻ പിശകിയതാണോ ഇതിനൊക്കെ പിശകാണോ? രണ്ടായാലും ന്യായീകരിക്കാം, നമുക്ക് തെറ്റിനെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും. അതിൽ 3 ഖണ്ഡങ്ങളായിട്ടാണ്. അതിലൊരു ഖണ്ഡത്തിൻ്റെ പേര് തന്നെ ഫാസിസത്തെക്കുറിച്ചാണ്, പക്ഷേ കൂടുതൽ ലേഖനങ്ങളും ഫാസിസത്തെ സംബന്ധിച്ചാണ്. 4 ഖണ്ഡത്തിലുള്ളത് മാത്രമല്ല, അപ്പുറവും ഇപ്പുറവും ഉള്ള ലേഖനങ്ങളിലും സോമനത് അവതരിപ്പിക്കുന്നത് ഫാസിസം എന്ന പല രൂപത്തിലുള്ളത്. ഈ വിഷ്ണു പല അവതാരം എടുക്കുമല്ലോ, അങ്ങനെ പല അവതാരത്തിലാണിപ്പോൾ ഫാസിസവും അവതാരം എടുത്തിരിക്കുന്നത്. അത് ടെക്നോ ഫാസിസമുണ്ട്, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഫാസിസം. തൊട്ട് മുമ്പ് എഴുതിയ പുസ്തകമാണ് ദ ഫാസിസം സൈബർ യുഗത്തിൽ, നിങ്ങൾ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ് ഫാസിസം സൈബർ യുഗത്തിൽ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ്, അല്ല അതാണ് ഇപ്പോൾ സോമനെ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ തമ്മിൽ കൂടെ വർത്തമാനം പറയാറുണ്ട്. ഞങ്ങൾ സമകാലികരാണ്, സഹപാഠികളാണ്, സഹപ്രവർത്തകരായിരുന്നു, ഇപ്പോൾ സഹദുഃഖിതരുമാണ്. കാരണം സമൂഹം ഇങ്ങനെയൊക്കെ പോകുന്നതിൽ നമുക്കിനി വലിയ അംഗത്തിന് വലിയ വാല്യൊന്നും ഇല്ല. അപ്പോൾ ഈ മുരളി സാറ് ഇപ്പോൾ ആ രൂപത്തിൽ പറഞ്ഞല്ലോ, ഇതൊക്കെ ഏറ്റെടുക്കേണ്ടതാണ് എന്ന് ആഹ്വാനം ചെയ്യാനല്ലാതെ ഈ പേറുക വന്നി പന്തങ്ങൾ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നമ്മുടെ ഒരു ധർമ്മമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് ആൾക്കാർ സംസാരിക്കാവുള്ളപ്പോൾ അധിക പ്രസംഗം പാടില്ല എന്നുള്ളൊരു മിതത്വം വെച്ചുകൊണ്ട് ഞാൻ 2 കാര്യങ്ങളെക്കുറിച്ചേ പറയുന്നുള്ളൂ. അതിലെ ആദ്യത്തെ ലേഖനം അസഹിഷ്ണുതയുടെ റിപ്പബ്ലിക് എന്ന അസഹിഷ്ണുത. വാസ്തവത്തിൽ എനിക്കത് വായിച്ചപ്പോൾ, നേരത്തെ മുമ്പൊരുതായിട്ട് നമ്മൾ തീരുമാനിച്ചിരുന്നതാണ്, നമ്മൾ ഈ പ്രകാശന ചടങ്ങ് മുമ്പൊരിക്കൽ തീരുമാനിച്ചിരുന്നതാണ്, അത് മാറിപ്പോയതാണ്. അത് അന്നേ ഞാൻ വായിച്ചാണ്. ഞാൻ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മളെല്ലാം തിരുത്തേണ്ടതാണെന്ന് തോന്നിയ കാര്യം, നമ്മൾ പലപ്പോഴും ഈ നവോത്ഥാന ചിന്തകർ പറയും നഷ്ടപ്പെട്ട ഭൂതകാലം തിരിച്ചു പിടിക്കുക, നഷ്ടപ്പെട്ട നവോത്ഥാന മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുക എന്നൊക്കെയാണ്. ഏത് കാലത്താണ് ഇന്ത്യയിൽ അസഹിഷ്ണുത ഇല്ലാതിരുന്നത്? വൈദിക കാലത്തോ, ജന്മിത്ത കാലഘട്ടത്തിലോ? എല്ലാ കാലത്തും ഇവിടെ അസഹിഷ്ണുതയായിരുന്നു. ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ അസഹിഷ്ണുതയുടെ ഇരകളായി ചവിട്ടി മതിക്കപ്പെടുകയായിരുന്നു. അത് ബൗദ്ധികമായിട്ടും സാമ്പത്തികമായിട്ടും അധികാരപരമായിട്ടും, രാഷ്ട്രീയ അധികാരത്തിൻ്റെ പേരിലാണെങ്കിലും മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇവിടെ ചവിട്ടി മതിക്കപ്പെടുകയായിരുന്നു. ആ ചവിട്ടി മതിക്കപ്പെട്ടതിനെ അസഹിഷ്ണുത എന്നല്ലേ പറയേണ്ടത്? എന്തിനാ ഒരാളെ ചവിട്ടി മതിക്കുന്നത്? അപ്പോൾ സഹിഷ്ണുതയുള്ള ഒരു യുഗം വരാനിരിക്കുന്നതേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരങ്ങനെയാണ് പറയാൻ, വരാനിരിക്കുന്ന യുഗമാണ്. അതിന് തൊഴിലാളി വർഗമാണ് മുന്നിട്ട് വരേണ്ടത്. നമ്മൾ ആ തൊഴിലാളി വർഗത്തിനെ ഇപ്പോൾ മറ്റ് പല കള്ളികളിലുമാക്കി അടച്ചവിടെ നിർത്തിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാഹചര്യം പറഞ്ഞാൽ ഇപ്പോൾ തൊഴിലാളി കേരളത്തിലെല്ലാം ജാതി മത സംഘടനകളുടെ പിന്നാലെ കിടക്കുക. നമ്മളെ കൂടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് നേരെ പോകുന്നത് അപ്പുറത്താണ്. അവൻ്റെ സ്വകാര്യ സ്വത്വം എന്ന് പറയുന്നത്, ബാഹ്യ സ്വത്വം എന്ന് പറയുന്നത് തൊഴിലാളിയോ കർഷകനോ അങ്ങനെയൊക്കെ ആയിരിക്കാം, പക്ഷേ ആത്മാർത്ഥമായ സ്വത്വം കിടക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ പള്ളി കമ്മിറ്റി പിടിക്കാൻ പോകുന്നത്, വേറൊരു കമ്മിറ്റി പിടിക്കാൻ പോകും, നോക്കിയാൽ നമ്മുടെ സഹാക്കളാണ് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോടാണ് നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് നമ്മളും അവരും കൂടി പറഞ്ഞ എന്താണ്, നവോത്ഥാനം കേരളത്തിൽ കൊണ്ടുവന്നത് മുഴുവൻ ഈ ജാതി മത സംഘടന കൂടിയാണ് എന്നാണ്. പക്ഷേ അത് ഈ ജാതി മത സംഘടന കൂടി കൊണ്ടുവന്ന നവോത്ഥാനം, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റുകാർ ഓർക്കേണ്ട ഒരു കാര്യം, 59 ഈ അടി കിട്ടിയത് എപ്പോഴാണ്? നമ്മളെ അടിച്ചത് ആരൊക്കെ കൂടെയാണ്? ഈ നവോത്ഥാനത്തിൻ്റെ പതാകവാഹകന്മാരായിരുന്നില്ലേ? പതാക ഊരിക്കളഞ്ഞില്ല, കുറുടി വെച്ചല്ലേ നമ്മളെ അടിച്ചത് 59. അതിന് നേതൃത്വം കൊടുത്ത ആരാ? ഇന്ന് നവോത്ഥാന
വക്താക്കളെന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുന്ന പലരുമാണ് അന്ന് നമ്മളെ അടിച്ചത്. ഈ അടി കൊണ്ടവനെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മ വേണം. അടിച്ചവൻ മറന്നു ആരെയൊക്കെ, പോലീസുകാരൻ ആരെയൊക്കെ അടിച്ചു എന്ന് അവൻ അറിയാൻ പറ്റും. പക്ഷേ അടി കൊണ്ടവൻ ഇന്നവനാണ് അടിച്ചതെന്നുള്ള ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി. അതുകൊണ്ട് ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത് ഇന്നത്തെ റിപ്പബ്ലിക്കിൽ മാത്രമല്ല, അത് എന്താ പറയുന്നത്, പിന്നെ താരതമ്യേന വ്യത്യാസം വന്നേക്കാം, അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ, ഗൗരവത്തിൽ അല്ലെങ്കിൽ വ്യത്യാസം വന്നേക്കാം. പക്ഷേ എല്ലാ കാലത്തും അതുണ്ടായിരുന്നു. ആ ഉള്ളതിനെ നമ്മൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയും അവിടെയാണ് സോമൻ, ഇപ്പം മുരളി സാറ് പറഞ്ഞ ഈ സോമൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്ന ഒരു ഉപകരണം. നോ തിയറി നോ ഹിസ്റ്ററി എന്ന് ആർ.എസ്.ശർമ്മ പറഞ്ഞു. ആർ.എസ്.ശർമ്മയും D.N. ഝായൊക്കെ സോമൻ ഈ പുസ്തകത്തിൽ പലയിടത്തായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. നോ തിയറി നോ ഹിസ്റ്ററി എന്നാണ് ആർ.എസ്.ശർമ്മ, പ്രശസ്ത ചരിത്രകാരന്, ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ കർത്താവായ അദ്ദേഹം പറയുന്നത്. സിദ്ധാന്തമില്ലെങ്കിൽ ചരിത്രം എഴുതാൻ പറ്റില്ല. അത് ചരിത്രമെന്നല്ല, ഒരു കാര്യവും, കവിതയ്ക്കും ഒരു സിദ്ധാന്തമുണ്ടാവും, സർഗസാഹിത്യത്തിനും സിദ്ധാന്തങ്ങളുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവ കാലാതിവർത്തിയായി പ്രവർത്തിക്കാൻ സാധിക്കില്ല. വൈജ്ഞാനിക സാഹിത്യത്തിലാണ് ഇത് കൂടിയേ തീരും. ശാസ്ത്രത്തിനാണെങ്കിൽ ഒരു സിദ്ധാന്തമുണ്ട്, അതിനൊരു രീതിശാസ്ത്രമുണ്ട്. ആ രൂപത്തിൽ നോക്കുമ്പോൾ സിദ്ധാന്തമില്ലാതെ പ്രയോഗിക്കാൻ പറ്റില്ല, അത് എഴുതാൻ പറ്റില്ല. സോമനത് വളരെ കൃതകൃത്യത കൂടി ചെയ്യുന്നയാളാണ്. മാർക്സം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ചൊറി വരും. അതുകൊണ്ട് വൈരുദ്ധ്യാധിഷ്ഠിത ദർശനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആയിരുന്നാലും ദർശനത്തിൻ്റെ ആയിരുന്നാലും അത് ഉപയോഗിച്ചുകൊണ്ടേ ഒരാളിനെ എഴുതാൻ പറ്റൂ. പുരോഗമന ചിന്താഗതിക്കാരനാണെന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ ചിന്താഗതിക്കാരനാണെന്ന് എൻ്റെ അർത്ഥം. ആ രൂപത്തിൽ എഴുതുമ്പോഴാണ് നമുക്ക് ഈ സമൂഹത്തോട് അഭിസംബോധന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുക. ഈ ഫാസിസത്തെക്കുറിച്ച് സോമൻ പറയുമ്പോൾ നമ്മളറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. പല രൂപത്തിലാണ് അത് നമ്മളെ പിടിക്കുന്നത്. ഇപ്പോൾ കുടുംബത്തിൻ്റെ കാര്യം രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ മറ്റ് പല മേഖലകളിൽ ഇപ്പോൾ നമ്മളറിയാതെ നമ്മളെല്ലാം ഒരു ഏകീകൃത സമ്പദ്ഘടനയിലേക്ക്, ഏകീകൃത സാംസ്കാരിക ഘടനയിലേക്ക്, ഏകീകൃത നിയമഘടനയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലതും അറിയുന്നില്ല. ഇപ്പോൾ നമ്മൾ വാട്സാപ്പും പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ്. നിയന്ത്രിക്കുന്ന ബഹുരാഷ്ട്ര കുത്തകകളാണ്. അത് ഓരോ രാജ്യത്തും വരുമ്പോൾ അവിടുത്തെ അധികാരി വർഗമാണത് ചെയ്യുന്നത്. ഇപ്പോൾ സോമൻ ഉദാഹരണം ചൂണ്ടിക്കാണുന്ന കാശ്മീരിൻ്റെ കാര്യമാണ്. കാശ്മീരിൽ എപ്പോഴും വേണോ അത് നെറ്റ്വർക്ക് നിർത്തലാക്കാം, അപ്പോൾ അവർ ഇരുട്ടിലാവും. അനുവദിച്ചാൽ കിട്ടും, നമ്മളെ ടാപ്പ് ചെയ്യാം, നമ്മളെന്ത് സംസാരിക്കുന്നു, എന്താണ് പറയുന്നത്, എങ്ങനെയാണത് പോകുന്നത് എന്നുള്ള കാര്യം മുഴുവൻ ഇപ്പോൾ വന്നു. ഇപ്പോൾ ഏകീകൃതമായിട്ടാണ് എല്ലാ കാര്യം. പൗരത്വ കാര്യത്തിലാണെങ്കിലും, വോട്ടർ ലിസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും, GST ആണെങ്കിലും. ഇതിനിപ്പോൾ നമ്മൾ കരഞ്ഞു വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഈ കരിക്ക് വെട്ടുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, കാരണം കരിക്കിനാണ് വില കൂടുതൽ. അതുകൊണ്ട് കരിക്ക് വെട്ടി വിൽക്കുകയാണ്. അതുകൊണ്ട് പറ്റുന്നത് എന്താ, തെണ്ടാൻ ചിരട്ട പോലും കിട്ടില്ല അവസ്ഥയിലായില്ലേ. ഇപ്പോൾ തെണ്ടുകയല്ലേ, നമ്മൾ സർക്കാർ തെണ്ടിക്കൊണ്ടിരിക്കുക കേന്ദ്രത്തിൻ്റെ മുമ്പിൽ. കാര്യം എന്താ, ഒരു ഏകീകൃത നികുതി വ്യവസ്ഥ വന്നപ്പോഴാണ്. GST ഏകീകൃത നികുതി വ്യവസ്ഥയാണ്. അങ്ങനെ എല്ലാം ഏകീകൃതമാകുമ്പോൾ അത് ഫാസിസത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ്. ഏകീകൃതമായ അക്രാമകമായ ഒരു മുഖത്തെയാണ് ഈ ഫാസിസം എന്ന് പറയുന്നത്. മുതലാളിസത്തിൻ്റെ വികസിത രൂപമാണ് സാമ്രാജ്യത്വം എന്ന് ലെനിൻ പറഞ്ഞു. ലെനിൻ്റെ മരണശേഷമാണ് ലക്ഷണയുക്തമായ ഫാസിസം പ്രത്യക്ഷപ്പെട്ടത്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചത് ഗ്രാംഷിയാണ്. ഗ്രാംഷിക്ക് അത് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞില്ല, കാരണം 8-9 കൊല്ലം ജയിലിൽ കിടന്ന് 37 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അദ്ദേഹം അന്തരിച്ച 10-15 കൊല്ലത്തിന് ശേഷമാണ് അത് ഇറ്റാലിയൻ ഭാഷ അദ്ദേഹം എഴുതിയത്. പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലേക്കും വന്നത്. ഇപ്പോൾ ഗ്രാംഷിയെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രാംഷിയെ ഇന്ത്യയിൽ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് വായിച്ചവരൊക്കെ തന്നെ തിരുത്തി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യകാലത്ത് പ്രാഥമിക ധാരണ വച്ച് എഴുതിയത് പലതും യാന്ത്രികമായി പോയി എന്ന് കണ്ടപ്പോൾ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാർക്സിസം പോലെ തന്നെ ഗ്രാംഷീസവും അല്ലെങ്കിൽ ആ സിദ്ധാന്തവും നമ്മൾ കൂടുതൽ പഠിക്കുകയും കൂടുതൽ വായിക്കുകയും സമൂഹമായിട്ട് ബന്ധിപ്പിച്ചെടുക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് നമുക്ക് പ്രയോഗക്ഷമത. ഈ കത്തി രാഗി മൂർച്ച കൂട്ടണം എന്ന് പറയുന്നത് പോലെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ സിദ്ധാന്തത്തെ ബലപ്പെടുത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഫാസിസ്റ്റ് യുഗം, ഇപ്പോൾ എറിക് ഹോബ്സ്ബാം പറഞ്ഞത് ദ ഷോർട്ട് 20th സെഞ്ച്വറി എന്നാണ്. 20-ാം നൂറ്റാണ്ട് ഹ്രസ്വ നൂറ്റാണ്ടാണെന്നാണ്. 19-ാം നൂറ്റാണ്ട് അവസാനിച്ചത് 1914 അദ്ദേഹം പറഞ്ഞു. ആ യുദ്ധം സാമ്രാജ്യത്തെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് വരെ 19-ാം നൂറ്റാണ്ടാണ്. 92-ൽ സോവിയറ്റ് യൂണിയൻ തകരുന്നത് വരെ ഉള്ളൂ 20-ാം നൂറ്റാണ്ട്. അതിനുശേഷം 21-ാം നൂറ്റാണ്ടെന്നാണ് എറിക് ഹോബ്സ്ബാം പറയുന്നത്. അപ്പോൾ ദ ഷോർട്ട് 20th സെഞ്ച്വറി എന്നാണ് അദ്ദേഹം പേരിട്ടത്. ഏജ് ഓഫ് എക്സ്ട്രീംസ് എന്നാണ്, വൈരുദ്ധ്യങ്ങളുടെ നൂറ്റാണ്ട് എന്നാണ്. ഏജ് ഓഫ് എക്സ്ട്രീംസ് എന്ന് പറയാൻ കാരണം ഒരു ഭാഗത്ത്
സോവിയറ്റ് യൂണിയനിൽ സോഷ്യലിസവും അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് രീതിയിലുള്ള 45-ന് ശേഷമാണെങ്കിൽ പോലും സോഷ്യലിസ്റ്റുകളുടെ ഭരണക്രമങ്ങൾ വന്നു. മറുഭാഗത്ത് അതേ കാലഘട്ടത്തിൽ തന്നെ അപ്പുറത്ത് ഫാസിസവും വന്നു. ഇപ്പോൾ രണ്ട് എക്സ്ട്രീമാണ്, രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന, പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടുന്ന, ഹിംസാത്മകമായി നിൽക്കുന്ന ചില ബുദ്ധിമാന്മാരായ പ്രത്യേകിച്ച് അമേരിക്കൻ എഴുത്തുകാർ പറഞ്ഞതിന് ടോട്ടാലിറ്റേറിയനിസം എന്നാണ്. സ്റ്റാലിൻ്റെതും ടോട്ടാലിറ്റേറിയനിസമാണ്, ഫാസിസവും ടോട്ടാലിസം. അപ്പോൾ എത്ര വിദഗ്ധമായിട്ടാണ് അവർ അവതരിപ്പിച്ചതെന്ന് നോക്കണം. ഒരു ദർശനത്തെ വിമോചനത്തിന് വേണ്ടി പെരുമാറിയ, വിമോചനത്തിന് വേണ്ടി പോരാടിയ ഒരു ദർശനത്തെ ഇപ്പോഴും ജനകോടികൾക്ക് ആവേശപരമായി നിൽക്കുന്ന ഒരു സിദ്ധാന്തത്തെ അതിൻ്റെ പ്രയോഗത്തിൽ വന്നപ്പോൾ അതിനെ ടോട്ടാലിറ്റേറിയനിസം, സമഗ്രാധിപത്യമെന്നും, അപ്പുറത്ത് ജർമ്മനിയിലും പിന്നെ ഇറ്റലിയിലും സ്പെയിനിലും കിഴക്ക് ജപ്പാനിലൊക്കെ വന്നപ്പോൾ അതിനെയും ടോട്ടാലിസം എന്ന് പറയും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്ന മട്ടിൽ അവതരിപ്പിക്കുന്ന ബുദ്ധിജീവികൾ, അത് പലതും ഏറ്റുപിടിക്കുന്ന മലയാളത്തിലെ പണ്ഡിതന്മാർ. നമുക്ക് എന്തും പറയാമല്ലോ. നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു പുതിയ പ്രശ്നം വരുമ്പോൾ നമ്മളതങ്ങ് എടുത്ത് പാടുകയാണ്. അത് നിയോ മാർക്സിസം എന്ന് പറയും, പോസ്റ്റ് മോഡേണിസം എന്ന് പറയും, പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയും. ഇതൊക്കെ ഇപ്പോൾ കേൾക്കാനില്ല. ഒരു കാലത്ത് ആവേശപൂർവ്വം നമ്മുടെ എഴുത്തുകാർ പോസ്റ്റ് ട്രൂത്ത്, പിന്നെ വർഗ സമൂഹമില്ല, പിന്നെയുള്ളത് ജനസഞ്ചയം, എന്താ പറഞ്ഞത്, മൾട്ടിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞത് നെഗ്രിയുടെ. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ശരിയല്ല, ഇവിടെ ഇന്ന് മൾട്ടിറ്റ്യൂഡല്ലേ ഉള്ളൂ, ഇവിടെ തൊഴിലാളി വർഗ്ഗമൊന്നും ഇല്ലല്ലോ. ഇത് നമുക്ക് തന്നെ സംശയമുണ്ട്. അത് ഈ സംശയം ഉണ്ടാക്കലാണല്ലോ എതിരാളിയുടെ ഒരു ബുദ്ധിജീവി പറ്റിക്കാൻ പറ്റുന്നത്. ആ തരത്തിൽ പോകുമ്പോഴാണ് നമുക്ക് കൃത്യതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ അപഗ്രഥിക്കേണ്ടത്. അപ്പോൾ ഫാസിസം എന്ന് പറയുന്ന പ്രതിഭാസം സമഗ്രാധിപത്യമാണ്. നമ്മുടെ ബോധത്തിലും പിന്നെ നമ്മുടെ ഭരണത്തിലും സാമ്പത്തിക രംഗത്തും നമ്മുടെ മറ്റ് പ്രവർത്തന മേഖലകളിലും ഇത് നിഴലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രയോക്താക്കൾ യാതൊരു സംശയവും വേണ്ട കോർപ്പറേറ്റുകൾ തന്നെയാണ്. എല്ലാ കാലത്തും ഈ പൗരോഹിത്യം അക്കാലത്തെ സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജന്മിത്ത കാലഘട്ടത്തിൽ നാടുവാഴിത്തത്തിൻ്റെ കൂടെയായിരുന്നു, ജന്മിത്തത്തിൻ്റെ കൂടെയായിരുന്നു ഈ ജാതി പൗരോഹിത്യ വ്യവസ്ഥ. അത് മുതലാളിത്ത രൂപം വരുമ്പോൾ അവിടെയും പൗരോഹിത്യമുണ്ട്. പൗരോഹിത്യം ഇപ്പോഴും പൊള്ളലേൽക്കാതെ, മുറിവേൽക്കാതെ, ശക്തിക്ഷയം സംഭവിക്കാതെ നിൽക്കുന്നു. അതിൽ നമ്മളെപ്പോലെ കേരളത്തെപ്പോലെ സമൂഹത്തിന് അതിശക്തമായ ഭീഷണിയാണ് അവരുയർത്തുന്നത്. അത് വിഴിഞ്ഞത്തൊരു സമരം ഉണ്ടായാലും ഒരു പൗരോഹിത്യം വരും, ഇപ്പുറത്തെ ശബരിമലയിലാണെങ്കിൽ മറ്റൊരു പൗരോഹിത്യം വരും. അപ്പോൾ അത് ശക്തമായിട്ട് തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യത്തെ എതിർക്കാനായിട്ട് നിൽക്കുകയാണ്. ആ പൗരോഹിത്യം ഇപ്പോൾ കോർപ്പറേറ്റ് യുഗം വരുമ്പോൾ സ്വന്തം കോർപ്പറേറ്റ് യുഗം എന്ന് സോമൻ പറയുന്നുണ്ട്. കോർപ്പറേറ്റ് യുഗത്തിലാണ് ആ കോർപ്പറേറ്റ് ഉപയോഗിക്കുന്നത് എന്താണ്? പണ്ടൊക്കെ ആണെങ്കിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുള്ള ഫാക്ടറിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളിയൊന്നും വേണ്ട, 5-10 ഒരു തൊഴിലാളി ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ആഗോളമായിട്ട് ചിന്തിച്ച് ആഗോളമായിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അത് കോടിക്കണക്കിന് രൂപയ്ക്കോ ഡോളറിനോ വിറ്റ് കാശാക്കുന്ന വലിയ മുതലാളിമാരാണുള്ളത്. അപ്പോൾ തൊഴിലാളികളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. പക്ഷേ ഈ പാവൻ ടെക്നോക്രാറ്റ്, നമ്മൾ ടെക്കികളെന്ന് വിളിക്കുന്ന ടെക്നോക്രാറ്റുകൾ ചൂഷിതരാകുന്നത് അവരും അറിയുന്നില്ല, നമ്മളും അറിയുന്നില്ല. മധ്യവയസ്സാവുമ്പോൾ തന്നെ അവരെല്ലാം അകാല വാർദ്ധക്യം വന്ന് പിന്നെ ശിഷ്ടജീവിതം എങ്ങനെ തീർക്കണം എന്നറിയാതെ വിഷമിക്കുകയാണ്. കൈ കിട്ടുന്ന കാശ്, ആവശ്യത്തിലേറെ കാശ് കിട്ടുമെന്ന് തോന്നലുള്ളത് കൊണ്ട് അത് ലാവിഷായിട്ട് ചെലവഴിച്ച് തീർക്കുകയും, വീട്ടിൽ കഞ്ഞി വയ്ക്കേണ്ട, നമുക്കെല്ലാം വരുത്തിക്കളയാം, വീട്ടിൽ വെള്ളം പോലും തിളപ്പിക്കേണ്ട, കുപ്പിവെള്ളം കിട്ടുമെന്നൊരവസ്ഥയിലേക്ക് നമ്മളെ ഒരു ഉപഭോക്തൃ സമൂഹമാക്കി മാറ്റിയപ്പോൾ അതിൽ വിജയിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. അവർക്കെതിരായിട്ട് ജനശക്തി തിരിയാതിരിക്കുന്നതിന് വേണ്ടി ഈ പൗരോഹിത്യം നമ്മളെ പലതരത്തിലുള്ള വേഷഭൂഷകൾ അണിഞ്ഞുകൊണ്ട് പഴയ സമ്പ്രദായത്തിൽ നമ്മളെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കും. ഒന്നുകിൽ ജാതിബോധമാവാം, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമാവാം, അല്ലെങ്കിൽ ആചാരപരമായ ചില കാര്യങ്ങളാവാം. ഇതൊക്കെ ഇപ്പോൾ കോർപ്പറേറ്റുകൾ ഉപയോഗിക്കുന്നത് ഫാസിസത്തിന് വേണ്ടിയിട്ടാണ്. ഫാസിസ്റ്റ് രൂപം അണിയുന്നത് കോർപ്പറേറ്റുകളുടെ താല്പര്യം. അതാണ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് സോമൻ പറയുന്ന ഒരു അർത്ഥശാസ്ത്രം. ഏത് വ്യവസ്ഥയ്ക്കും ഏത് സിദ്ധാന്തത്തിനും അർത്ഥശാസ്ത്രമുണ്ട്. ഈ ഫാസിസത്തിൻ്റെ അർത്ഥശാസ്ത്രം ചൂഷണം തന്നെയാണ്. അതിന് ചൂഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രൂപം ഈ പലതരത്തിലാണ്. നമ്മുടെ ചൂഷണത്തിൻ്റെ രൂപം അറിയാം. ഇപ്പോൾ വൈകുന്നേരം 6 മണിയായല്ലോ, 5:30 മണിയായി, കൊതുക് വെളിയിറങ്ങുന്ന സമയമാണ്. കൊതുക് വന്ന് കടിച്ച് നമ്മുടെ ചോര ഊറ്റുന്നത് നമ്മൾ അറിയില്ല. അല്പം ചൊറിയുമ്പോഴേ അറിയുള്ളൂ. ഇപ്പോൾ ചോര ഊറ്റിയത് നമ്മൾ അറിയില്ല. ഊറ്റിപ്പോയതിന് ശേഷമാണ് നമ്മൾ വിവരം അറിയുന്നത്. ഊറ്റുന്നത് അറിയാതിരിക്കാനുള്ള വേഷമാണ് ഈ പൗരോഹിത്യം നമുക്ക് തരുന്ന സാധനങ്ങൾ. ഈ കൊതുക് ഊറ്റുന്നത് എന്തെങ്കിലും കുത്തിവെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ പുരട്ടിയിട്ടാണോ അത് ഊറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചൊറിയും. നമ്മൾ ഈ വിമർശനപരമായിട്ടാണ് കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇതൊന്ന് ഊന്നിയിട്ട് പോണത്.
പക്ഷേ സ്വയം വിമർശനം വരുമ്പോൾ പിന്നെ ചൊറിയാനേ നേരം ഉള്ളതുകൊണ്ട് സ്വയം വിമർശനം ഇല്ലാതെ പോകുന്നൊരവസ്ഥയും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മളിപ്പോൾ ഇത്രയും പേരെ ഇവിടെ ഉള്ളൂ, ഇത് എത്ര പേർക്കത് വിതരണം ചെയ്ത് കിട്ടും, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വിതരണം ചെയ്ത് കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. വായനക്കാരുടെ എണ്ണം കുറയുന്നില്ല, പക്ഷേ പുസ്തക പ്രസാധനം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമാണ്. അതിപ്പോൾ അച്ചടിച്ച പുസ്തകത്തെക്കാളുപരി ഈ ബുക്കുകൾ വരുന്ന കാലമാണ്. ആരെങ്കിലും വായിക്കുന്നുണ്ടോ ചോദിച്ചാൽ വായിക്കുന്നവരുണ്ട്, പക്ഷേ ആ വായിക്കുന്നവരുടെ പ്രതികരണം വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ആ വായിക്കുന്നവരുടെ പ്രതികരണം കൂടെ വന്നെങ്കിൽ മാത്രമേ പുസ്തകങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് നല്ല വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിമർശിക്കാൻ ആൾക്കാർക്ക് പേടിയാണ്. കേസരി ബാലകൃഷ്ണപിള്ള, എം പി പോളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എം കൃഷ്ണൻ നായർ വരെ വിമർശിച്ച് തള്ളിയപ്പോൾ ആർക്കും അദ്ദേഹത്തെ അവരോട് വിരോധം തോന്നിയില്ലല്ലോ. ആർക്കും കൃഷ്ണൻ നായരുടെ വിമർശനം കേട്ട് അല്ലെങ്കിൽ എം പി അപ്പൻ്റെ വിമർശനം കേട്ട് ആർക്കും ദേഷ്യം വന്നിരുന്നില്ല. കാരണം അന്നത്തെ സമൂഹം അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞ സാധനം വൈകിട്ട് ബസ്സിലെടുത്തുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും, ഈ കൃഷ്ണൻ നായർ സാർ എല്ലാ ദിവസവും വൈകുന്നേരത്ത് അവിടെ വന്ന് ഒരു ചായയും കുടിച്ചിട്ട് വെളിയിറങ്ങി കുട ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. മോഡേൺ ബുക്ക് സെൻ്റർ, ഇപ്പോഴത്തെ മറ്റേ ഭാസ്കര ബുക്ക് സ്റ്റാളിൻ്റെ അപ്പുറത്തൊരു പൊടി വിൽക്കുന്നൊരു കടയുണ്ടായിരുന്നു. PG അവിടെ നിന്നാണ് ഈ ചുരുട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് വാങ്ങിച്ച് തിരിച്ച് വന്ന് സ്റ്റാച്യൂവിൽ നിന്ന് ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ കോഫി ഹൗസിൽ നിന്ന് ചായ കുടിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു പഴത്തൊലിയിൽ ചവിട്ടി അറിയാതെ പിന്നാക്കം മലന്നു. ഈ അനുഭവമാണ് ഐപ്പ് പാറമേലിൻ്റെ പുസ്തകം വായിച്ചാൽ ഉണ്ടാവുക. അതേപോലെ ഇത് കേട്ട ഐപ്പ് പാറമേലിൽ ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല. കാരണം വിമർശനത്തെ അത് സജീവമായിട്ടും സക്രിയമായിട്ടും എടുക്കുന്ന ഒരു മനോഭാവം അന്നത്തെ എഴുത്തുകാർക്ക് ഉണ്ടായിരുന്നു, അന്നത്തെ വിമർശകർക്ക് ഉണ്ടാവുക. അപ്പോൾ വിമർശകർക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്നു. ഇപ്പോൾ വിമർശനത്തിൻ്റെ പേര് വരുന്ന എല്ലാം വാഴ്ത്തുപാട്ടുകളാണ്. ഒരു പുസ്തകത്തെ നമുക്ക് വിമർശനപരമായി സമീപിക്കാം. വിമർശനം എന്ന് വെച്ചാൽ കൊല്ലാനുള്ളതല്ല, അതിൻ്റെ കൂടുതൽ നവീകരിക്കാനും കൂടുതൽ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ആ തരത്തിലുള്ളൊരു വായനയും ഒരു പ്രതികരണവും വന്നെങ്കിൽ മാത്രമേ ഇത്തരം പുസ്തകങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ വൈജ്ഞാനിക സാഹിത്യത്തിൽ പെടുന്നതാണ്. വൈജ്ഞാനിക സാഹിത്യത്തെ കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഈ സാംസ്കാരിക പ്രവർത്തകർ എന്നിപ്പോൾ അജയനെ വിശേഷിപ്പിച്ചു. ഞാൻ പറഞ്ഞ സാംസ്കാരിക പ്രവർത്തകർ എന്നൊരു കൂട്ടരില്ല. കവികളുണ്ട്. അവർ നമ്മൾ തൊഴിലെടുക്കുമ്പോൾ അവർ പ്രൊഫഷണലായിട്ട് എന്താ ചെയ്യുന്നത്? സാംസ്കാരിക പ്രവർത്തനം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വരുമാനമുണ്ടോ? നമ്മൾ തൊഴിലാളിയായിട്ട് അല്ലെങ്കിൽ കർഷകനായിട്ട് അല്ലെങ്കിൽ അധ്യാപകനായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ വരുമാനമുള്ള ഒരു തൊഴിലെടുത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ സാംസ്കാരിക പ്രവർത്തനം. അപ്പോൾ സാംസ്കാരിക പ്രവർത്തനം എല്ലാ മനുഷ്യരും സാംസ്കാരിക പ്രവർത്തകരാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിശ്വാസം, ദർശനം, ഭാഷ, സാഹിത്യം, കല, കായികം, സഞ്ചാരം, ഒരു ഡസൻ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സാംസ്കാരിക പ്രവർത്തനമല്ലേ? നമ്മൾ ആഹാരം കഴിച്ചതിൽ മാറ്റം വന്നപ്പോഴാണല്ലോ പ്രശ്നം, ബീഫ് കഴിച്ചപ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ സാംസ്കാരിക പ്രശ്നമല്ലേ? വസ്ത്രം, തുണി മാറ്റിയപ്പോഴാണല്ലോ പ്രശ്നം വന്ന് ഹിജാബ് ഇടണമോ വേണ്ടയോ, നഗ്നസന്യാസം നടക്കുന്നത്, അത് സാംസ്കാരിക പ്രവർത്തനമല്ലേ? സാംസ്കാരികമായൊരു പ്രശ്നമല്ലേ? പിന്നെ പാർപ്പിടം, എങ്ങനെ വീട് വയ്ക്കണം, മറ്റേ വീട് പോലെ ഈ വീട് വയ്ക്കാവോ അല്ലെങ്കിൽ ഈ വാസ്തു നോക്കിയാണോ വയ്ക്കേണ്ടത്, അതൊരു സാംസ്കാരിക പ്രശ്നമല്ലേ? വിദ്യാഭ്യാസം, ഏത് വിദ്യാഭ്യാസം വേണം, എങ്ങനെ വേണം, അത് ഇതെല്ലാം സാംസ്കാരിക പ്രവർത്തനമാണ്. അതൊക്കെ അപ്പോൾ തൊഴിലാളിക്കും കർഷകനും മറ്റേ തൊഴിലാളിക്കും സർക്കാർ ഉദ്യോഗസ്ഥനും പെൻഷൻ പറ്റിയവർക്കും ഒക്കെ ചെയ്യാവുന്ന പണിയാണ്. എല്ലാവരും കൂടി ചെയ്യുന്ന പ്രവർത്തനമാണ് സാംസ്കാരിക പ്രവർത്തനം. അദ്ദേഹം ഇപ്പോൾ ഒരു പത്രത്തിൻ്റെ ഒരു വാരികയുടെ എഡിറ്ററാണ്. അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അപ്പോൾ നമ്മളെല്ലാം സാംസ്കാരിക പ്രവർത്തകരാണ്. അപ്പോൾ ആ സാംസ്കാരിക പ്രവർത്തനത്തിൽ നമ്മുടെ തൊഴിലെടുക്കുന്നതിൻ്റെ പ്രതിഫലനം വരുമ്പോഴാണ് സാംസ്കാരിക പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ സർഗമായിട്ട് അല്ലെങ്കിൽ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സോമൻ്റെ ഈ പുസ്തകം മാർഗദർശകമാണെന്ന് ഞാൻ പറയും. കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ അറിയാതെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന, കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം, ഒരു നൂറ്റാണ്ട് മാത്രം പഴക്കമുള്ള ഒരു പ്രതിഭാസം, അതായത് ഫാസിസം എന്ന പ്രതിഭാസം എങ്ങനെയാണ് ഇപ്പം 4 മേഖലകളിലേക്ക് പടർന്നു കയറി സമസ്ത ജീവിതത്തെയും സ്വാധീനിക്കുന്നത്, സമസ്ത ജീവിതത്തെയും നമ്മളെ ശ്വാസം മുട്ടിക്കുന്നത് എന്ന തരത്തിലേക്ക് അത് മനസ്സിലാക്കാൻ സോമൻ്റെ പുസ്തകത്തിന് കഴിയും. ഇനിയും ആ രോഗം മാറാതെ നിൽക്കട്ടെ, ഈ ഫാസിസത്തെക്കുറിച്ചുള്ള പേടി മാറാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സോമനും ചിന്താ പബ്ലിഷേഴ്സിനും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇനി പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.